ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് കാലത്ത് ഒരു ഇപ്പൊ ഞാൻ മെന്റർ ചെയ്യുന്നൊരു ആളായിട്ട് ഒരു സെഷൻ നടന്നു. അപ്പോൾ ഞങ്ങള് കഴിഞ്ഞ ഈ കേരള മൈക്രോസോഫ്റ്റ് യൂസർ ഗ്രൂപ്പിന് പോയപ്പോൾ ആഫ്റ്റർ ദ മീറ്റിംഗ് വി വെൻ ടു ക്രോസ് വേൾഡ് ഇൻ ഒബറോൺ മാൾ. അപ്പൊ അവിടെ പോയിട്ട് ഇപ്പോൾ ഞാനൊരു ഫിലോസഫി ഇൻ 2 minutes എന്ന് പറഞ്ഞിട്ട് 200 ഫിലോസഫിക്കൽ നഗറ്റ്സ് ഉള്ള ഒരു ബുക്ക് വാങ്ങിക്കാനാണ് വന്നു. അത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം അത് വാങ്ങിക്കുകയും ചെയ്തു. അപ്പോൾ ആ പുസ്തകം, പിന്നെ വേറെയും പുസ്തകം വായിച്ചു, മാത്ത് ഇൻ 2 minutes, എല്ലാ ഇതിനൊക്കെ ഒരു ഷോർട്ട് എസ്സേസ് ആണ്. ഓക്കെ, പിന്നെ ഫിസിക്സ് ഇൻ 2 minutes ആണ് ഞാൻ 3 വാങ്ങിച്ചത്. സൈക്കോളജി ഇൻ 2 minutes കിട്ടിയില്ല. അപ്പോൾ I found that book can be gifted to people. 2 minute സീരീസിലെ ബുക്സ് വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് എ ലോട്ട് ഓഫ് ബുക്സ്. അപ്പൊ ആ പുസ്തകം പുള്ളി വായിച്ചു കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് വെരി ത്രിൽഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കൈൻഡ് ഓഫ് ടേംസ് വിച്ച് ഐ യൂസ് ഇൻ മൈ ഡിസ്കോഴ്സ്, അപ്പൊ അതിന്റെ പുറകിലുള്ള കുറെ കാര്യങ്ങളൊക്കെ പുള്ളിക്ക് മനസ്സിലാവുകയും അപ്പോ ചർച്ച ഓണ്ടോളജിയിലേക്ക് വരികയും ചെയ്തു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എംപെരിസിസം എന്താണ്, റാഷണലിസം എന്താണ്, പിന്നെ ഐഡിയലിസം എന്താണ്, മെറ്റീരിയലിസം എന്താണ്. അപ്പോ ഐഡിയലിസം മെറ്റീരിയലിസം എന്നുള്ളത് ഓണ്ടോളജിക്കൽ ലെവലിലും, എംപെരിസിസം റാഷണൽ എന്നുള്ളത് എപ്പിസ്റ്റമോളജിക്കൽ ലെവലിലും രണ്ട് എക്സ്ട്രീംസിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ ട്രൂത്ത് ഓസിലേറ്റ്സ് ബിറ്റ്വീൻ ദം എന്നാണ് ഞാൻ പറയാറ്. അപ്പോ ഈ പുള്ളി പറഞ്ഞു മിക്ക ആൾക്കാരും നമ്മുടെ നാട്ടിലെ എംപെരിസിസ്റ്റുകളാണെന്ന് ചോദിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു അതൊരു ഭയങ്കര ഒരു അലഗേഷനാണ്. ഈ റാഷണലിസം എന്താണ്, അല്ലെങ്കിൽ യുക്തി അധിഷ്ഠിതവാദം എന്താണ് എംപെരിസിസം, ഇതെന്താന്ന് രണ്ടും മനസ്സിലാക്കിയിട്ട് ഒരു ഇന്റൻഷണൽ സ്റ്റാൻഡായിട്ട് എംപെരിസിസം എടുക്കുന്ന ആൾക്കാരെയാണ് എംപെരിസിസ്റ്റ് എന്ന് വിളിക്കുന്നത്. മറ്റവരെ നൈവ് എംപെരിസിസ്റ്റ് അല്ലെങ്കിൽ ഇൻഅഡ്വർട്ടന്റ് എംപെരിസിസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയാ, ഈ ചോയ്സ് ഇല്ലാതെ ആക്ഷൻ എടുക്കുന്നവരെ നമുക്ക് എന്താ പറയാ, എങ്ങനെയാണ് അത് അംഗീകരിക്കാൻ പറ്റുക എന്നുള്ളതിലേക്ക് ചർച്ച പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഐഡിയലിസത്തിലോട്ട് ചർച്ച ലിമിറ്റ് ചെയ്തപ്പോൾ പാൻ സൈക്കിസമായിട്ട് എങ്ങനെയാണെന്ന് പുള്ളി ചോദിച്ചു. അപ്പൊ പാൻ സൈക്കിസം ഒരു കോൺഷ്യസ്നസ് സ്റ്റഡീസിലെ ഒരു പൊസിഷനാണ്. പാൻ സൈക്കിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻ മെറ്റീരിയലിസം ആണ് ഇപ്പോഴത്തെ ഡൊമിനന്റ്, ഓർ അല്ലെങ്കിൽ ഫിസിക്കലിസം. അതായത് വേൾഡ് എമർജസ് ഔട്ട് ഓഫ് മാറ്റർ, അല്ലെങ്കിൽ മൈൻഡ് ഈസ് നത്തിങ് ബട്ട് മാറ്റർ ഇൻ മോഷൻ എന്ന് ഡാനിയൽ ഡെന്നറ്റ് പറഞ്ഞ മാതിരി ഒരു ഫിസിക്കലിസത്തിൽ ആധാരമാക്കിയിട്ടുള്ളത് പാൻ മെറ്റീരിയലിസം ഉണ്ട്. അപ്പോ ദർ ആർ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഡേവിഡ് ചാൽമേഴ്സ്, അങ്ങനെ ഡൊണാൾഡ് ഹോഫ്മാൻ, അങ്ങനെ കുറെ ആൾക്കാർ മറ്റേ എന്താ പറയാ ഈ പാൻ സൈക്കി, ഇപ്പൊ റോജർ പെൻറോസ് പാൻ സൈക്കിസം ക്യാമ്പുണ്ട്. അതായത് ഒരു കോൺഷ്യസ്നെസ് കൺസ്ട്രക്ട് ചെയ്യാവുന്നതോ അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് ആയിട്ടുള്ള ഒരു പ്രൈമൽ എലമെന്റ് ഉണ്ട്, വേൾഡ് ഈസ് ഫുൾ ഓഫ് ദാറ്റ്, അതിൽ നിന്നാണ് വേൾഡ് എമർജ് ചെയ്യണത് എന്നുള്ളൊരു വേൾഡ് വ്യൂ ആണ്. പാൻ സൈക്കിസം ഒരു എന്താ പറയാ ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസ്നെസ് വന്നു കഴിഞ്ഞപ്പോൾ വൺ ഓഫ് ദി ഡൊമിനന്റ് തിങ്സ് ഇൻ വെസ്റ്റേൺ ഫിലോസഫി ആയിട്ട് അത് എമർജ് ചെയ്ത് വരുന്നുണ്ട് വേൾഡിൽ. കാരണം മെറ്റീരിയലിസത്തിന് കനോട്ട് എക്സ്പ്ലെയിൻ ലോട്ട് ഓഫ് തിങ്സ് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട്. അപ്പോ ഇങ്ങനൊരു സിറ്റുവേഷനിൽ സ്വാഭാവികമായിട്ടും അപ്പോ ഈ പാൻ സൈക്കിസത്തിൽ വേദാന്തത്തിന്റെ ലോകവീക്ഷണവും പാൻ സൈക്കിസവും തമ്മിലുള്ള പാരലൽ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്ക് അങ്ങനെ വേദാന്തത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ട് ഒരു ഇന്ത്യൻ ഫിലോസഫിയെ കുറിച്ച് ഒരു പ്രൈമർ കൊടുക്കുന്നുണ്ട്. പ്ലോട്ട് ഇതാണ്: ഇന്ത്യയിൽ നടക്കുന്ന ഫിലോസഫി അഥവാ ദർശനം, അതിന്റെ ബേസിസ് വേദങ്ങളാണ്. അപ്പോൾ വേദങ്ങളെ പ്രമാണമായിട്ട് അംഗീകരിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഫിലോസഫീസ് ഉണ്ട്, വേദങ്ങളെ പ്രമാണമായിട്ട് അംഗീകരിക്കാത്ത ഒരു സെറ്റ് ഓഫ് ഫിലോസഫീസ് ഉണ്ട്. വേദങ്ങളെ പ്രമാണമായിട്ട് അംഗീകരിക്കാത്ത ഫിലോസഫീനെ നാസ്തിക ദർശനം എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലീഷിന് ഹെറ്ററോഡോക്സ് തോട്ട് എന്ന് പറയും. ഹെറ്ററോഡോക്സ് എന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സ് അല്ലാത്തത്, അതായത് വിച്ച് ഈസ് ഓർത്തഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പാരമ്പര്യ ചിന്താഗതിക്കാർ, പാരമ്പര്യത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരെയാണ് മറ്റേ ഹെറ്ററോഡോക്സ്. അപ്പോ ഈ ഇന്ത്യയിൽ അങ്ങനെ ഒരു വർജനം എന്ന് പറഞ്ഞൊരു ഇതൊന്നുണ്ട്. ഒരാള് ഈ
വിഷയത്തിനനുസരിച്ചിട്ടാണ് ഓർത്തഡോക്സ് ആണോ ഹെറ്ററോഡോക്സ് ആണോ എന്നൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഈവൻ ബുദ്ധിസം പോലും ജൈനിസം സാങ്ക്യ ഫിലോസഫി എന്നൊക്കെ വളരെ ബോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ലോ ഓഫ് ദി ലാൻഡ് എന്തായാലും, അല്ലെങ്കിൽ ഈ കൾച്ചർ ഓഫ് ദി ലാൻഡ് വിൽ അഫക്ട് ദ ഫിലോസഫി ഇറ്റ് പ്രൊഡ്യൂസസ്. അപ്പൊ അങ്ങനെയുള്ളതുകൊണ്ട് ഈവൻ ചർവാക ദർശനത്തിൽ പോലും നിരാകരിക്കാനെന്ന രീതിയിലെങ്കിലും ഇതുണ്ട്. ഇപ്പൊ മോഡേൺ എത്തീസത്തിൽ ക്രിസ്ത്യൻ എലമെന്റ്സ് നിരാകരിക്കുന്ന പല ക്രിസ്ത്യൻ എലമെന്റ്സ് പ്രതിപാദിക്കുന്ന പല കാര്യങ്ങൾ നിരാകരിക്കാനാണെങ്കിൽ പോലും, അപ്പൊ അവർ ആ ഫിലോസഫി എടുത്തിട്ട് ഇന്ത്യൻ ദർശനങ്ങളെ ഇത് ചെയ്യാൻ നോക്കുന്നതാണ് യുക്തിവാദത്തിന് ഇന്ത്യയിൽ ഈ പറയുന്ന രീതിയിലുള്ള പ്രസക്തി കിട്ടാത്തത്. ഓക്കെ, അപ്പോ ഈ ആസ്തിക ദർശനം, അപ്പൊ നാസ്തിക ദർശനത്തിൽ പൊതുവെ വരുന്നത് ചർവാകം, ബൗദ്ധം, ജൈനമാണ്. ഓക്കെ, അതിൽ തന്നെ പല സ്കൂൾസ് ഉണ്ട്, പക്ഷെ മേജർ ഈ 3 സ്കൂൾസ് ആണ് നാസ്തിക ദർശനം. ഒന്നുകിൽ ഹെറ്ററോഡോക്സിൽ വരുന്നത്. ഓർത്തഡോക്സിൽ വരുന്നത് 6 ദർശനങ്ങളാണ്: ന്യായം, വൈശേഷികം, സാങ്ക്യം, യോഗം, മീമാംസ, വേദാന്തം. പക്ഷെ ഇത് ഒരു പെയർ ഓഫ് 2 ആയിട്ടാണ്. അപ്പൊ പെയർ ഓഫ് 2 എന്ന് പറഞ്ഞു വരുമ്പോ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ന്യായം ആൻഡ് വൈശേഷിക കം ടുഗദർ, സാങ്ക്യ ആൻഡ് യോഗ കം ടുഗദർ, മീമാംസ ആൻഡ് വേദാന്ത കം ടുഗദർ. അപ്പൊ ന്യായം ഈസ് ആക്ച്വലി ഇന്ത്യൻ ലോജിക് ആൻഡ് വൈശേഷിക ഈസ് ഇന്ത്യൻ ഓണ്ടോളജി. അപ്പൊ വൈശേഷികം യൂസ് ദി ഓണ്ടോളജി ആൻഡ് ന്യായം യൂസ് ദി എന്താ പറയാ ഈ ലോജിക്. അപ്പൊ നല്ലൊരു ഓണ്ടോളജി ഉണ്ടെങ്കിൽ, ഓണ്ടോളജി ഫിക്സ് ചെയ്താലേ നമുക്ക് ലോജിക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈവാല്യൂഡ് ലോജിക് അല്ല, ഒരു താർക്കിക, അതായത് ഡയലക്റ്റിക്കൽ ലോജിക് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ ഇഫ് യു പെറൂസ് എ ടെക്സ്റ്റ് ഓൺ ന്യായ ആൻഡ് നവ്യന്യായ, വിച്ച് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ന്യായ ആൻഡ് വൈശേഷിക, യു വിൽ ബി ഏബിൾ ടു സീ ദാറ്റ്. അടുത്തത് സാങ്ക്യ ഗിവ്സ് ദ മെറ്റാഫിസിക്സ്, യോഗ ഗിവ്സ് ദി ഇറ്റ്സ് ഫിലോസഫി ഓൺ ടോപ്പ് ഓഫ് സാങ്ക്യ മെറ്റാഫിസിക്സ്. അപ്പോ ഒരു സൈക്കോ ഫിസിക്കൽ ഫിലോസഫിയാണ് യോഗ. സാങ്ക്യ കുറച്ചും കൂടി ഫിസിക്സിനോട് അടുത്ത് കിടക്കുന്നതാണ്. ഇഫ് യു ടേക്ക് എ ക്ലോസർ ലുക്ക് അറ്റ് ഇറ്റ്, സാങ്ക്യം അംഗീകരിക്കുന്ന പ്രമാണങ്ങൾ ഈ പെർസെപ്ഷൻ ആൻഡ് ഇൻഫറൻസ് ആണ്, ആസ് മച്ച് ആസ് വെസ്റ്റേൺ സയൻസ് ടു. നമുക്ക് അതിനെക്കുറിച്ച് പ്രമാണത്തെ കുറിച്ച് നമ്മൾ പ്രതിപാദിക്കുന്നതായിരിക്കും. അപ്പോൾ സാങ്ക്യ മെറ്റാഫിസിക്സിന് മുകളിലാണ് യോഗ ഫിലോസഫികൾ. അപ്പൊ നെക്സ്റ്റ് വരുന്നത് പൂർവമീമാംസ, ഉത്തരമീമാംസ പറഞ്ഞത്. ഇപ്പൊ പൂർവമീമാംസ, വേദാന്ത. മീമാംസ മീൻസ് റാഷണൽ ഇൻക്വയറി, ജാമിനി മഹർഷിയുടെ ഫിലോസഫിയാണ്. വേദാന്തത്തിന്റെ ഫാദറായിട്ട് കാണുന്നത് ബാദരായണ വ്യാസനാണ്. അപ്പോ ആ ഒരു എന്താ പറയാ പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ കാര്യങ്ങൾ നോക്കുമ്പോൾ മറ്റേ എന്താ പറയാ ഈ 6 ഫിലോസഫികളാണ് ഇത്. അപ്പോ വേദത്തിന് ഓർത്തഡോക്സ് അല്ലെങ്കിൽ നാസ്തികം, അല്ലെങ്കിൽ ഹെറ്ററോഡോക്സ് അഥവാ നാസ്തികം, അല്ലെങ്കിൽ ഓർത്തഡോക്സ് അഥവാ ആസ്തികം. പക്ഷെ ആസ്തികം ഇപ്പോ ആധുനിക മലയാളത്തില് നാസ്തികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരീശ്വരവാദി, ആസ്തികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരവാദിയാണ്. അപ്പോ ഇപ്പൊ ആസ്തികനായ ദൈവം എന്ന് പറഞ്ഞൊരു ബുക്ക് കേശവൻ നായരും നാസ്തികനായ ദൈവം എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ മാഷ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിന് നമ്മൾ പല ഡിബേറ്റുകളും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇന്ത്യൻ ഫിലോസഫി പാർട്ട്നേഴ്സിനെ അങ്ങനെയാണ് കാണുന്നത്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എപ്പിസ്റ്റമോളജിയിലേക്ക് ഡിസ്കഷൻ വന്നു. അപ്പൊ എപ്പിസ്റ്റമോളജി ഞാൻ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇന്ത്യൻ എപ്പിസ്റ്റമോളജിയുടെ പോയിന്റ് ഓഫ് വ്യൂവിനാണ് ഞാൻ ആൾക്കാരെ, കാരണം ദെൻ ഹി വിൽ ബി മോർ ഫെമിലിയർ വിത്ത് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട്. അപ്പൊ 6 പ്രമാണങ്ങളാണ് അദ്വൈത വേദാന്തത്തിനുള്ളത്. അപ്പൊ ഫസ്റ്റ് പ്രമാണം പ്രത്യക്ഷം അഥവാ ഡയറക്റ്റ് പെർസെപ്ഷൻ എന്നാണ് അതിന്റെ ഇംഗ്ലീഷ്. ഡയറക്റ്റ് പെർസെപ്ഷൻ, അതായത് അനുഭവങ്ങളിലൂടെയുള്ള ഞാൻ. അനുഭവം എന്ന് പറയുമ്പോൾ അവിടെ കരണമുണ്ട്. കരണം മീൻസ് സെൻസസ്, ഉപകരണം മീൻസ് സെൻസസിനെ ഓഗ്മെന്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ടൂൾസ് ആർ ഓഗ്മെന്റ്സ് അവർ സെൻസസ്, അതുകൊണ്ടാണ് ഉപകരണം. അപ്പൊ കരണം, ഉപകരണം. ഈ കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വെസ്റ്റില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് സെൻസസിനെ, 5 സെൻസസിനെയാണ് അവര് സെൻസ് ഓർഗൻസ് ആയിട്ട് മാനേജ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ജ്ഞാനേന്ദ്രിയം, അതായത് സെൻസസ് ഓഫ് ആക്ഷൻ ആൻഡ് അബ്സ്ട്രാക്ട് സെൻസസ് ഓഫ് തോട്ട്, അല്ലെങ്കിൽ ഇൻപുട്ട് ഉണ്ട്, സെൻസസ് ഓഫ് ഔട്ട്പുട്ട് ഉണ്ട്. കർമ്മേന്ദ്രിയം, ജ്ഞാനേന്ദ്രിയം എന്നാണ് അതിനെ, ജ്ഞാനേന്ദ്രിയം കർമ്മേന്ദ്രിയം എന്നാണ് അതിനെ ചെയ്യുന്നത്. അപ്പൊ എന്താണെന്നുള്ളത് ഇത് നോക്കുക. അപ്പൊ പെർസെപ്ഷൻ ആണ് ഫസ്റ്റ് സോഴ്സ് ഓഫ് നോളജ്, അതായത് ഐദർ ത്രൂ കരണം ഓർ ഉപകരണം.
അപ്പൊ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇൻഫറൻസ് ആണ്. ഇൻഫറൻസ് അഥവാ അനുമാനം. അനുമാനം എന്നാണ് അതിന്റെ നമ്പർ. അപ്പൊ ആദ്യത്തെ പ്രത്യക്ഷം, പിന്നെ അനുമാനം. അനുമാനത്തിന് ഇംഗ്ലീഷ് ഇൻഫറൻസ്. അപ്പൊ ഇൻഫറൻസ്, അനുമാനം തന്നെ 3 തലത്തിലുണ്ട്. അപ്പൊ ഇൻഡക്റ്റീവ് ഇൻഫറൻസ്, ഡിഡക്റ്റീവ് ഇൻഫറൻസ്, അബ്ഡക്റ്റീവ് ഇൻഫറൻസ്. അപ്പൊ ഇൻഡക്റ്റീവ് ഇൻഫറൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫോർ എക്സാമ്പിൾ വിശേഷത്തിൽ നിന്ന് സാമാന്യത്തിലോട്ട് പോകുന്നതിനാണ്. അതായത് ഒരു സ്പെസിഫിക്കിൽ നിന്ന് ജനറലിലോട്ട് പോകുന്നതിനെയാണ് ഇൻഡക്റ്റീവ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു ഇൻഡക്റ്റീവ് ആക്ടിവിറ്റിയാണ്. നമ്മൾ സാമ്പിളിൽ നിന്ന് പോപ്പുലേഷനിലോട്ട് ജനറലൈസ് ചെയ്യണം. അപ്പൊ ജനറലൈസേഷൻ പ്രോസസ്സിനാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യത്തിൽ നിന്ന് വിശേഷം അല്ലെങ്കിൽ ജനറലിൽ നിന്ന് പെർട്ടിക്കുലറിലോട്ട് പോകുന്നതാണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞ ഒരു സൗണ്ട്, ഇപ്പൊ ലോജിക്കൽ ഡിഡക്ഷൻസ് ഇൻ പ്രൊപ്പോസിഷണൽ കാൽക്കുലസ് ആൻഡ് പ്രെഡിക്കേറ്റ് കാൽക്കുലസ് ഒരു സൗണ്ട് പ്രൊസീജിയർ ആണ്. ഓക്കെ, അപ്പൊ അത് ഇപ്പൊ ദ പ്രമൈസസ് ആർ കറക്റ്റ് ആൻഡ് ലോജിക്കൽ റൂൾസ് ആർ ആക്ച്വലി ഫോളോഡ്. അത് ഈവൻ പ്രെഡിക്കേറ്റ് ലോജിക്കോ പ്രൊപ്പോസിഷണൽ റൂളോ ആയിക്കോട്ടെ, അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് ദ കറക്റ്റ് ആൻസർ. ഇപ്പൊ എവറി മാൻ ഇസ് മോർട്ടൽ, സോക്രട്ടീസ് ഇസ് എ മാൻ എന്ന് പറഞ്ഞാൽ സോക്രട്ടീസ് ഇസ് മോർട്ടൽ എന്ന് പറയുന്നത്, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് സിലോജിസ്റ്റിക് ആയിട്ടോ അല്ലാതെയോ ഡിഡ്യൂസ് ചെയ്യുന്നതാണ് ഡിഡക്റ്റീവ് നോളജ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഡക്റ്റീവ് ഇൻഫറൻസ്. മൂന്നാമത്തത് അബ്ഡക്റ്റീവ് ഇൻഫറൻസ്. ഇപ്പൊ ചത്തത് ഗീജാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ, അല്ലെങ്കിൽ ഇഫ് സംബഡി ഹാസ് സോൾവ്ഡ് ബ്രാക്കറ്റ് ഫ്രോം പ്രോബ്ലം ഇൻ യൂറോപ്പ് ഇറ്റ് ഓട്ട് ബി ന്യൂട്ടൺ. ന്യൂട്ടൺ തന്നെയായിരുന്നു അൺലൈമിഡ് ആയിട്ട് സോൾവ് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ മറ്റേ ഗോപകുമാർ പറഞ്ഞ മാതിരി ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ, അല്ല മറ്റേ ചത്തത് പുലിയെങ്കിൽ കൊന്നത് മുരുകൻ തന്നെ എന്ന് പറയുന്ന രീതിയിൽ. അപ്പൊ ഇത് പറയുമ്പോഴാണ്, ഇപ്പൊ ഞാൻ ചെറുപ്പത്തിലെ അടിവലിക്കുക എന്ന് പറയും, അച്ഛന്റെ ഇതിൽ നിന്ന് പൈസ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അച്ഛൻ്റെ ഞാൻ ഒരു ദിവസം 20 രൂപ അടിച്ചു, 70 രൂപ കണ്ടുണ്ടായിരുന്നു. അപ്പോ ഫാദർ എന്ത് ചെയ്തു, സംബഡി ഇസ് സപ്പോസ് ടു ലിഫ്റ്റ് മണി ഫ്രം ഇറ്റ് ഇറ്റ് ഓട്ട് ബി മൈ വൈഫ് എന്ന് പറഞ്ഞ അച്ഛനും അമ്മയും തമ്മിൽ തല്ലുപിടിച്ചു. പക്ഷെ ആക്ച്വലി അവിടെ ആ ഡിഡക്റ്റീവ് അബ്ഡക്റ്റീവ് ഇൻഫറൻസ് ഫെയിലായി. അപ്പോൾ അതിന് ഹൈപ്പോത്തറ്റിക്കൽ ഇൻഡക്ഷനും നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഈ അതാണ് രണ്ടാമത്തത്, അതായത് ഇൻഫറൻസ് അല്ലെങ്കിൽ അനുമാനം. മൂന്നാമത്തെ പ്രമാണമാണ് മറ്റേ എന്താ പറയുക, ശബ്ദം അഥവാ എക്സ്പെർട്ട് ടെസ്റ്റിമോണി അല്ലെങ്കിൽ ആഗമം എന്ന് പറയും. അതായത് ശ്രീധരൻ എന്ന് പറഞ്ഞു, ഇനി അല്ലെങ്കിൽ ഐൻസ്റ്റൈൻ ആണ് ടെസ്റ്റിഫൈ ചെയ്തത്, അല്ലെങ്കിൽ ജഡ്ജ് അല്ലെങ്കിൽ എന്താ പറയുക റോയ് മെഡോസ് ആണ് സാലി ക്ലാർക്ക് കേസിൽ ടെസ്റ്റിഫൈ ചെയ്തത്. പക്ഷെ അവിടെ തെറ്റിപ്പോയി. എക്സ്പെർട്ട് ടെസ്റ്റിമണി ക്യാൻ ഗോ റോങ് ആസ്പെക്ട്, പക്ഷെ അതൊരു പ്രമാണം തന്നെയാണ് അല്ലെങ്കിൽ ഒരു നോളജ് സോഴ്സ് ആണ്. അപ്പൊ പെർസെപ്ഷൻ, ഇൻഫറൻസ് ആൻഡ് ദെൻ എക്സ്പെർട്ട് ടെസ്റ്റിമണി, അതിനെ ആഗമം എന്നും പറയും. അപ്പോൾ യോഗസൂത്രയിലെ പ്രത്യക്ഷ, അനുമാന, ആഗമാനി എന്നാണ് പ്രമാണങ്ങളെ പറയുന്നത്. പ്രത്യക്ഷം ഇസ് പെർസെപ്ഷൻ. അപ്പൊ യോഗസൂത്രയ്ക്ക് 3 പ്രമാണങ്ങളാണ് ഇതിന്റെ ആത്മത്തിലെടുക്കുന്നത്. ഓക്കെ, നാലാമത്തെ പ്രമാണമാണ് അനലോജി അഥവാ ഉപമാനം. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം. അപ്പൊ അതായത് ഒരു അനലോജി വെച്ചിട്ട് നമ്മൾ ട്രൂത്ത് ആ കാണുന്നത് പശുവിനെമാരി ഇരിക്കുന്നു. അപ്പൊ അങ്ങനത്തെ ഉപമ വെച്ചിട്ട് നമുക്ക് നോളജ് തരാം. അതാണ് നാലാമത്തെ സോഴ്സ്. അഞ്ചാമത്തത് അർത്ഥപതി എന്നാണ് അതിനെ പറയുന്നത്. പോസ്റ്റുലേഷൻ എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞായിരിക്കും, അപ്പൊ ഒരു കമ്പനിയിൽ ഞാൻ അതിനെ ഇരിക്കുകയാണ്. അപ്പൊ ഈ ക്രിസ്ത്യൻ മാനേജേഴ്സ്, ക്രിസ്ത്യൻ ഫെയ്ത്ത് പ്രൊപ്പോസ് ചെയ്യുന്ന മാനേജേഴ്സ് വർക്ക് ഫ്രം ഹോം കൊടുക്കാൻ ഭയങ്കര മടി പൊതുവെ കാണിക്കാറുണ്ട്. അവർ വീട്ടിൽ നിന്ന് ഭാര്യനെ പേടിച്ച് മറ്റേ കമ്പനിയിൽ പൊളിക്കാൻ വേണ്ടി അവർ ട്രെയിനും കയറുന്നു. ഞാൻ ഒരു ദിവസം പോസ്റ്റുലേറ്റ് ചെയ്തു. ആളൊക്കെ സഡൻ അവിടെ ഇരുന്ന ക്രിസ്ത്യൻസിനും എല്ലാത്തവർക്കും അത് ശരിയാണെന്ന് തോന്നി. ഓക്കെ, അപ്പൊ പിറ്റേ ദിവസം മുതൽ പിന്നെ ദേവർ ആക്ച്വലി സ്കാമ്പറിംഗ് ടു ഗീവ് വർക്ക് ഫ്രം ഹോം ടു ദെയർ സബോർഡിനേറ്റ്സ്. അത് ഞാൻ നടന്നൊരു സംഭവം, കമ്പനിയിൽ ഞാൻ പറയുന്നില്ല. അപ്പൊ അവിടെ ഒരു പോസ്റ്റുലേഷൻ. അപ്പൊ അങ്ങനെ ഓക്കെ, ഇവര് ഇന്ന രീതിയിൽ നമ്മളെ ആക്രമിക്കാൻ തയ്യാറാണ്. അങ്ങനെ പോസ്റ്റുലേഷൻ വഴി നമുക്ക് നോളജ് സോഴ്സസ് ഉണ്ട്, അതായത് അർത്ഥപതി അഥവാ പോസ്റ്റുലേഷൻ. ആറാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുബലം, അതായത് ആബ്സെൻസ്, അതായത് സംതിങ്ങിന്റെ ആബ്സെൻസ്. അപ്പൊ അതായത് ഇപ്പൊ ഫാൻ ഇല്ലാത്ത റൂമിൽ നിന്ന് ഒരു സാധനം എടുത്തുകൊണ്ടുവരും. പിന്നെ അല്ലെങ്കിൽ പക്ഷി ഇരിക്കുന്ന വീടാണ്, ആന്റണിയാണ് ഇരിക്കുന്ന വീടാണ്, പക്ഷി പറഞ്ഞു പോയാലും അവിടെ ആ ആബ്സെൻസിലും ആ റെഫറൻസ് അവിടെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇതിനെ എന്താ പറയാ നോളജ് സോഴ്സസിനെ ഇവാലുവേറ്റ് ചെയ്ത്. ഇതാണ് 6 പ്രമാണങ്ങൾ. പെർസെപ്ഷൻ അഥവാ പ്രത്യക്ഷം, ഇൻഫറൻസ് അഥവാ അനുമാനം, അത് തന്നെ 3 ഉണ്ട്. എന്താ പറയാ ആഗമനം, നിഗമനം,
അഭ്യൂഹനം എന്നുള്ളത്, അതായത് അല്ലെങ്കിൽ പരികല്പനാത്മക ആഗമനം എന്ന് പറയും, ഹൈപ്പോത്തറ്റിക്കൽ ഇൻഡക്ഷൻ. അപ്പോ മാത്തമാറ്റിക്സിൽ ലോജിക്കൽ ഡിഡക്ഷനെ സൂചിപ്പിക്കുന്നു, സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻഡക്ഷനെ സൂചിപ്പിക്കുന്നു, മെഷീൻ ലേണിംഗ് മറ്റേ അബ്ഡക്ഷനെ സൂചിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു പാരലൽ എടുത്തു കഴിഞ്ഞാൽ ഹൈപ്പോത്തറ്റിക്കൽ ഇൻഡക്ഷൻ ആണ് മെഷീൻ ലേണിംഗ് എന്നുള്ളത് നമുക്ക് കൂട്ടി ഉറപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തത് മറ്റേ ഇതാണ് നമ്മുടെ ഈ ശബ്ദമാണ്, അല്ലെങ്കിൽ എക്സ്പെർട്ട് ടെസ്റ്റിമോണിയാണ്. പക്ഷെ സയൻസിൽ അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, എഞ്ചിനീയറിംഗിൽ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. നാലാമത്തത് മറ്റേ ഉപമാനം അഥവാ കമ്പാരിസൺ അല്ലെങ്കിൽ അനോളജി. പിന്നെ അഞ്ചാമത്തത് അർത്ഥപതി അഥവാ പോസ്റ്റ്ലേഷൻ. ആറാമത്തത് അനുബന്ധി. അപ്പൊ ഇതില് ആദ്യത്തെ രണ്ടെണ്ണം, അതായത് പെർസെപ്ഷൻ ആൻഡ് ഇൻഫറൻസ്, ചറവാകന്മാർ അല്ലെങ്കിൽ ഇന്ത്യൻ എത്തിസ്റ്റുകൾ ആയത്തത് മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. പെർസെപ്ഷൻ ഇസ് ഓൺലി തിങ് ഔട്ട് ദെയർ എന്നത് ഉപകരണങ്ങൾക്ക് അത്ര വലിയ സ്ഥാനമൊന്നുമില്ല. അപ്പോ എല്ലാം സംഭവിക്കുന്ന ആകസ്മികമായിട്ട്, നത്തിങ് ഈസ് സീക്രട്ട്, ആക്സിഡന്റലിസം അഥവാ ആകസ്മികവാദമാണ് അവരുടെ ഫിലോസഫി. എന്ന സ്ഥാനത്ത് മോഡേൺ വെസ്റ്റേൺ സയൻസ് ആദ്യത്തെ രണ്ടെണ്ണം, അതിൽ ഡിഡക്റ്റീവ് ഇൻഫറൻസിന് പ്രാമുഖ്യമുണ്ട്. അപ്പൊ ഡിഡക്റ്റീവ് ഇൻഫറൻസ് മറ്റേ ഇതും വെച്ച്, അതായത് പെർസെപ്ഷനും വെച്ച്, കാരണവും ഉപകരണവും വെച്ചിട്ട് ഡാറ്റ പോയിന്റ്സ് കളക്ട് ചെയ്തിട്ട് നമ്മളെ ഇൻഫർ ചെയ്തിട്ട് അങ്ങനെയാണ് സയൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സാഖ്യം ആദ്യത്തെ രണ്ടെണ്ണമാണ്. യോഗ ഫിലോസഫിക്ക് മൂന്നെണ്ണം, ആഗമവും കൂടി അവരെടുക്കുന്നുണ്ട്. മേ ബി അതൊരു പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആയതുകൊണ്ടായിരിക്കും. ഗുരു അല്ലെങ്കിൽ വേദങ്ങളെയൊക്കെ പ്രമാണങ്ങളുണ്ട്, അതിന് ശബ്ദം അങ്ങനെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് വൈശേഷികം ന്യായം 4 അതായത് മറ്റേ അനോളജി കൂടി സപ്പോർട്ട് ചെയ്യണം, ആദ്യത്തെ 4 സപ്പോർട്ട് ചെയ്യും. പ്രവാഹ മീമാംസ ആദ്യത്തെ 5 സപ്പോർട്ട് ചെയ്യും, ഭട്ടമീമാംസ 6 സപ്പോർട്ട് ചെയ്യും, വേദാന്തവും 6 സപ്പോർട്ട് ചെയ്യും. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ ഈ 6 പ്രമാണങ്ങൾ ഇന്ത്യൻ എപ്പിസ്റ്റമോളജിക്കൽ സോഴ്സസിന്റെ ഉള്ളിലൂടെ നമ്മൾ വേൾഡ് കാണുകയാണെങ്കിൽ, അപ്പൊ അതാണ് അതിന്റെ ഒരു ചർച്ച. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ആക്സിഡന്റലി ഭഗവത്ഗീത 4:18 ചർച്ച പോയി. അതായത് വൺ ഹു സീസ് ആക്ഷൻ ഇൻ ഇനാക്ഷൻ ആൻഡ് ഇനാക്ഷൻ ഇൻ ആക്ഷൻ ഇസ് എ യോഗി. അതായത് ആത്മാവും മനസ്സും തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ്. അതായത് ഈ ബ്രഹ്മം എന്ന് പറഞ്ഞ സാധനം നമുക്ക് നെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോ അത് നെയിം ചെയ്യാൻ പറ്റാത്തതെന്നുള്ളത് 5 രീതിയിലാണ് നമ്മൾ നെയിം ചെയ്യുന്നത്. ഒന്ന് ജാതി അഥവാ ക്ലാസ്, അത് ഉണ്ടെങ്കിൽ നമുക്ക് നെയിം ചെയ്യാം. അല്ലെങ്കിൽ ക്ലാസ് കൗ അല്ലെങ്കിൽ കൗവാണ്, അങ്ങനെ ഇത് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റേന്ന് പറഞ്ഞാൽ കർമ്മം അല്ലെങ്കിൽ ക്രിയ, ആക്ഷൻ വെച്ചിട്ട് നമുക്ക് കർമ്മത്തിന് ഇത് ചെയ്യാം. പിന്നെ മൂന്നാമത്തത് മറ്റേ സംബന്ധം, 4മത്തത് ഗുണം, ഇനി 5മത്തത് നെയിമിംഗ് ത്രൂ കൺവെൻഷൻ. ഇന്നു മുതൽ അവന്റെ പേര് ജോസഫാണ്, അങ്ങനെ പറയുന്ന ഇത് ഈ 5 രീതിയിലേ നമുക്ക് നെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ഈ ബ്രഹ്മം അല്ലെങ്കിൽ മറ്റേ മോക്ഷം ഇതിന്റെ ഉള്ളിലൊന്നും വരുന്നില്ല. അപ്പോ അങ്ങനെ വരുമ്പോൾ ഇതിനെല്ലാം നിരാകരിക്കുക, വേൾഡ് ഓഫ് നെയിംസ് ഓഫ് ഫോംസിനെ നിരാകരിക്കുക. അപ്പൊ നെയിമിങ്ങിന് ഒരു ഇതുണ്ട്, ഇഫ് യു കനോട്ട് ആക്ച്വലി ഇറ്റ്സ് എ ഗുഡ് ക്രൈറ്റീരിയ ഇൻ ഓർഡർ ടു വൈൽ നെയിമിങ് ഇറ്റ്. അപ്പൊ നമുക്ക് ഇപ്പൊ എനിത്തിങ് വിച്ച് കനോട്ട് ബി നെയിംഡ് ആൻഡ് ഇറ്റ് ഈസ് ഫോംലെസ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ പാരഡോക്സിലൂടെ ഇറ്റ്സ് എ ഗുഡ് ഡിവൈസ് ഇൻ ഓർഡർ ടു എക്സ്പ്ലെയിൻ ഇൻഡയറക്ട് തിങ്സ്. നമ്മൾ വ്യംഗ്യം വഴിയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ആ ഒരു ഇതിലോട്ടാണ് വരുന്നത്. അപ്പോ ഈ ചർച്ച ഇങ്ങനെ ഫൈനലി എന്ത് പറ്റിയെന്ന് ഞാൻ എഴുതിയ ഒരു ആർട്ടിക്കിളിലോട്ട് ചർച്ച ഡ്രിഫ്റ്റ് ചെയ്തു. അതായത് വൈ ഇന്ത്യൻ ഫിലോസഫി ഈസ് സുപ്പീരിയർ ടു വെസ്റ്റേൺ ഫിലോസഫി. അപ്പൊ അതില് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഞാൻ റെനെ ഡെക്കാർട്ട് ഈസ് അലജഡ്ലി ദ ഫാദർ ഓഫ് മോഡേൺ വെസ്റ്റേൺ ഫിലോസഫി എന്നാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫേമസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കോഗിറ്റോ എർഗോ സം, ഐ തിങ്ക് ദെർഫോർ ഐ ആം. അപ്പോ അതായത് എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ചിന്തിക്കുന്നത് കൊണ്ട് ഞാൻ ഉണ്ടെന്ന് നമുക്ക് ഇത് ചെയ്യാം. പക്ഷെ ഉപനിഷത്ത് ഋഷി പറഞ്ഞത് ഞാൻ ഉള്ളത് കൊണ്ട് ഞാൻ ചിന്തിക്കുന്നു എന്നാണ്. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെസ്റ്റേൺ പാർലൻസിൽ മറ്റേ മൈൻഡ്, ഇന്റലക്ട്, ബോഡി, ഈഗോ ഐ ആണ്. എന്ന സ്ഥാനത്ത് ഇന്ത്യൻ പാർലൻസിൽ അത് ആത്മനാണ്. ആത്മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ ഓർ കോൺഷ്യസ്നസ് ഓർ ബ്രഹ്മൻ, അല്ലെങ്കിൽ ബോധമാണ് ഇതിനെ ഇത് ചെയ്യുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻസും വെസ്റ്റേണേഴ്സും തമ്മിലുള്ള വേൾഡ് വ്യൂ തന്നെ ആൾ ടുഗദർ വേറൊരു ഇതാണ്. ഒരു മെറ്റാഫിസിക്കൽ വ്യൂ ഉണ്ട് ഇന്ത്യൻസിന്. അതായത് ഒരു മോഡൽ ഉണ്ട്, മോഡലിലൂടെയാണ് ലെൻസ് ദർശനങ്ങളൊക്കെ കാണുന്നത്. അപ്പൊ ഫിലോസഫിക്ക് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹു ആം ഐ, വാട്ട് ക്യാൻ ഐ നോ, വാട്ട് ഷുഡ് ഐ. ഹു ആം ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണ്ടോളജിക്കൽ പ്രോബ്ലം, അല്ലെങ്കിൽ അസ്തിത്വ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സത്താപരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ്.
വാട്ട് ക്യാൻ ഐ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എപ്പിസ്റ്റമോളജിക്കൽ അല്ലെങ്കിൽ ജ്ഞാനസിദ്ധാന്തപരമായ ക്വസ്റ്റ്യൻസ്. മൂന്നാമത്തത് വാട്ട് ഷുഡ് ഐ ഡു, അതായത് എന്താണ് നമ്മുടെ ഈ എന്താ പറയാ ആക്ഷൻ, അതായത് ആക്സിയോളജിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയും. വെസ്റ്റിലും ഇന്ത്യയിലും ഒരേ ചോദ്യങ്ങൾ തന്നെയാണ്. എന്താണ് വ്യത്യാസം? ഒന്ന് ആൻഡ്രോപ്പോമോർഫിക് ആണ്, അതായത് അല്ലെങ്കിൽ ആൻഡ്രോപ്പോസെൻട്രിക് ആണ്, അതായത് മനുഷ്യ കേന്ദ്രീകൃതമായ ഫിലോസഫിയാണ് വെസ്റ്റേൺ ഫിലോസഫി. ഇന്ത്യൻ ഫിലോസഫി മനുഷ്യൻ അങ്ങനെ ഒരു പ്രത്യേക സ്ഥാനമല്ല, മാൻ ഇസ് ജസ്റ്റ് അനദർ സ്പീഷ്യസ് ഇൻ ദിസ് യൂണിവേഴ്സ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഫിലോസഫി തുടങ്ങുമ്പോൾ വെസ്റ്റേൺ ഫിലോസഫി എസെൻഷ്യൽ പ്രോബ്ലംസ് ഓഫ് മാനിൽ നിന്ന് തുടങ്ങും. എന്ന സ്ഥാനത്ത് ഇന്ത്യൻ ഫിലോസഫി എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലംസ് ഓഫ് ഹ്യൂമൻ കൈൻഡ് അല്ലെങ്കിൽ ദ യൂണിവേഴ്സ് ആണ് അതിന്റെ തുടക്കം. അപ്പോൾ എക്സിസ്റ്റൻഷ്യൽ പ്രോബ്ലം എസെൻഷ്യൽ പ്രോബ്ലത്തിനേക്കാൾ മോഡലായതുകൊണ്ടാണ് വെസ്റ്റേൺ ഫിലോസഫി ക്യാൻ ബി കൺസിഡർഡ് ആസ് എ സബ്സെറ്റ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി. അങ്ങനെയാണ് ഞാൻ ആ വൈ ഇന്ത്യൻ ഫിലോസഫി ഇസ് കോട്ട് ആൻഡ് കോട്ട് സുപ്പീരിയർ ടു വെസ്റ്റേൺ ഫിലോസഫി എന്ന് ഇത് ചെയ്ത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ പഠിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ആകസ്മികമായിട്ടൊരു ബുക്ക് വാങ്ങിക്കുന്നു. ആ പുസ്തകത്തിൽ 10-200 ഷോർട്ട് 1 പേജ് ആർട്ടിക്കിൾസ് ആണ്. അത് ഒരാള് പോയി കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എംപിരിസിസം, റാഷണലിസം, മെറ്റീരിയലിസം, ഐഡിയലിസം, അങ്ങനെ ഐഡിയലിസത്തിൽ നിന്ന് ഐഡിയലിസം വേഴ്സസ് പാൻസൈക്കിസം വന്നു. പാൻസൈക്കിസം വന്നപ്പോൾ കോൺഷ്യസ്നസ് സ്റ്റഡീസിൽ ഹാർഡ് പ്രോബ്ലം ഓഫ് കോൺഷ്യസിനെ കുറിച്ചുള്ള ഒരു പ്രതിപാദനമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഫിലോസഫിയെ ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവിൽ കാണേണ്ടി വന്നപ്പോൾ ഭാരതീയ ദർശനങ്ങൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. നവദർശനങ്ങൾ, ഹെറ്ററോഡോക്സ്, ഓർത്തഡോക്സ് അല്ലെങ്കിൽ നാസ്തികം, ആസ്തികം എന്ന് പറഞ്ഞിട്ട് ആ ഒരു 3 നാസ്തിക ദർശനങ്ങളും 6 ആസ്തിക ദർശനങ്ങളെ കുറിച്ച് നമ്മൾ പ്രതിപാദിക്കുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്കൊക്കെ ഒരു നോളജ് സോഴ്സ് അല്ലെങ്കിൽ ഒരു എപ്പിസ്റ്റമിക് സോഴ്സ് വേണം. അപ്പൊ എപ്പിസ്റ്റമിക് സോഴ്സ് വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ 6 ways of knowing പറഞ്ഞു. 6 ways of knowingലോട്ട് നമ്മൾ മോഡേൺ സയൻസ്, സാങ്ക്യം, എഞ്ചിനീയറിംഗ്, മീമാംസ, വേദാന്ത അതെല്ലാം മാപ്പ് ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ട് എപ്പിസ്റ്റമോളജിക്കൽ സോഴ്സസ് വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെയോ ഡിസ്കഷൻ 418 വൺ ഹൂ സീസ് ആക്ഷൻ ഇൻ ഇനാക്ഷൻ ആൻഡ് ഇനാക്ഷൻ ഇൻ യോഗി, ഇനാക്ഷൻ ഇസ് എ യോഗി എന്നുള്ള കഴിഞ്ഞപ്പോൾ നെയിമിംഗ് പ്രോബ്ലത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ നെയിമിംഗ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ 5 ഇതാണ്, അതായത് ജാതി, ഗുണം, സംബന്ധം, പിന്നെ മറ്റേ റൂഢി എന്ന് വെച്ചാൽ കൺവെൻഷൻ, ബൈ അല്ലെങ്കിൽ ഇത് ചെയ്യുന്നു, പിന്നെ ആക്ഷൻ, ക്രിയ. അങ്ങനെ ഈ 5 തരത്തിൽ നമുക്കൊരു കാര്യത്തിൽ നെയിം ചെയ്യാൻ പറ്റുള്ളൂ. അത് പറ്റിയില്ലെങ്കിൽ നമ്മൾ പാരഡോക്സ്, ഈ ഡയലക്റ്റിക്കൽ ഒരു ലാംഗ്വേജ് ഓഫ് പാരഡോക്സ് ഇൻ അദ്വൈതം എന്നൊരു ഉഗ്രൻ വീഡിയോ സ്വാമി സർവപ്രിയാനന്ദ ഇത് ചെയ്തിട്ടുണ്ട്. ക്ലബ് ഹൗസിൽ ജോണി സാർ എന്ന് പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ച് പ്രതിപാദനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോർ സം റീസൺ ഈ പറയുന്ന ഈ 5 കാര്യങ്ങളും പ്രമാണശാസ്ത്രമായിട്ടൊരു ചെറിയൊരു ബന്ധം ഞാൻ കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു ഇത് ഈ വഴി ഇതിലെ കുറെ എലമെന്റ്സ് ഞാൻ എൻ്റെ മകനും കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചർച്ചയിലൂടെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമ്മൾ വെസ്റ്റേൺ ഫിലോസഫി പഠിക്കുക മാത്രമല്ല, അത് ഇന്ത്യൻ ഫിലോസഫി ഈ വെസ്റ്റേൺ ഫിലോസഫി തമ്മിൽ കോൺട്രാസ്റ്റ് ചെയ്ത് ഒരു ഇന്ത്യൻ ഫിലോസഫിയെ ഒരു സൂപ്പർ സെറ്റ് ഓഫ് വെസ്റ്റേൺ ഫിലോസഫി ആയിട്ട് കണ്ട് ഒരു ദൃഷ്ടിയോടെ നമ്മൾ വേൾഡിനെ പെർസീവ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഈ ഇങ്ങനൊരു വീഡിയോന്റെ പ്രസക്തി ഇരിക്കുന്നതെന്ന് വെച്ചാൽ 1853 അങ്ങനെയാണ് മെക്കോളപ്രഭി ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ വന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, നമ്മൾ ഏത് കൾച്ചറിലെയും നോളജ് സോഴ്സസ് ഇങ്ങനെ വരുമ്പോൾ മറ്റേ ആചാരം, വിചാരം, അനുഷ്ഠാനം 3 കാര്യങ്ങളുണ്ട്. ആചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എങ്ങനെയാണ് റിച്വൽസ് ഫോളോ ചെയ്യുന്നത്. ഇപ്പൊ ആചാരാനുഷ്ഠാനം കൾച്ചറൽ നോംസ്, അല്ലെങ്കിൽ അനുഷ്ഠാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്വൽസ്, പിന്നെ മറ്റേ അതിന് പുറകിലുള്ള ചിന്ത എന്തുകൊണ്ടാണെന്നുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി ഈ ആചാരാനുഷ്ഠാനം നമുക്ക് കൾച്ചറലി നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ അതിന്റെ വിചാരം കട്ടായിപ്പോയി. ഇപ്പൊ സ്വാഭാവികമായിട്ടും എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മളിന്ന് ഉപയോഗിക്കുന്ന പല പദങ്ങളും നമ്മളിന്ന് നമ്മുടെ ഇതൊക്കെ ഒരു വെസ്റ്റേൺ ലെൻസിലുള്ള റാഷണലൈസ് ചെയ്യാൻ പറ്റാത്തതിന്റെ പേരിൽ മോഡേൺ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അൺഹാപ്പി ആയിട്ട് ഞാൻ ജീവിക്കുന്നത് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന മലയാളത്തിലെ പദങ്ങളും ഇപ്പൊ നാസ്തികം, ആസ്തികം, അതിന്റെ ക്ലാസിക്കൽ മീനിങ് എന്താണ്, കണ്ടംപററി മീനിങ് എന്താണ്. ഇപ്പൊ വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പിന്റെ കൂടെയുള്ള വർജനമാണോ അതേ വർജനമാണോ, ആ വെറുപ്പ് വേറൊരു കാര്യത്തിന് വേണ്ടി. അപ്പൊ പദം പോളിമോർഫിക് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് കറണ്ട് മീനിങ് ഉണ്ടായത്. അപ്പോ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്? ഇപ്പൊ ഉപനിഷത്ത് ഋഷി
ഈ അങ്ങനെ ചിന്തിക്കുകയും നമ്മുടെ ലാംഗ്വേജും കൾച്ചറിലും എല്ലാം എംബഡഡ് ആയി കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സോംബി ആൾക്കാർക്ക് ഈ റാമ്പന്റ് ആയിട്ടുള്ള ഈ എന്താ പറയാ വെസ്റ്റേണൈസേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വെസ്റ്റേണൈസേഷൻ ചെയ്യണോണ്ട് കുഴപ്പമില്ല, വെസ്റ്റ് പോയിട്ട് ജീവിക്കും. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ഫ്രാഗ്മെന്റഡ് വേൾഡ് വ്യൂ ഉണ്ട്. അപ്പൊ ഒരു ഏകീകൃത എംബോഡി ജ്ഞാനം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഫിലോസഫി വെസ്റ്റേൺ ഫിലോസഫി പഠിക്കുകയും ഇത് തമ്മിൽ കമ്പാരറ്റീവ് ലെവലിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ. നന്ദി, നമസ്കാരം.